ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എന്നെ സ്നേഹവന്ദനം. 80-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം. ആട്ടിൻകൂട്ടത്തെ പോലെ യോസെഫിനെ നടത്തുന്നവനായി ഇസ്രായേലിൻ്റെ ഇടയനായുള്ളവേ ചെവിക്കൊള്ളയണമേ. സങ്കീർത്തനക്കാരൻ പാടുകയാണ്, യോസെഫിനെ നടത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പാടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്കെല്ലാവർക്കും അറിയാം, പഴയ നിയമത്തിനകത്ത് യോസെഫ് എന്ന് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവമനുഷ്യനുണ്ട്. 2 സ്വപ്നങ്ങൾ കണ്ട ആ യോസെഫിനെ ദൈവം വിവിധ ഘട്ടങ്ങളിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. പൊട്ടക്കുഴി, പോത്തിഫറിൻ്റെ ഭവനം, കാരാഗൃഹം. എന്നാൽ സ്വപ്നം കണ്ട യോസെഫ് താൻ എന്താണോ സ്വപ്നം കണ്ടത് അവിടെ കൊണ്ട് ദൈവം എത്തിച്ചതുപോലെ, അതാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പാടുന്നത്. ആട്ടിൻകൂട്ടത്തെ പോലെ യോസെഫിനെ നടത്തുന്നവനായ ഇസ്രായേലിൻ്റെ ദൈവം. പ്രിയരെ, യോസെഫിന് ഒറ്റയ്ക്കുള്ള യാത്രയാണ്. 2 സ്വപ്നം കണ്ട സമയം മുതൽ, ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവം തൻ്റെ മേലിട്ട അഭിഷേകം വീണ സമയം മുതൽ ദൈവം നടത്തുന്ന ഒരു ആത്മമനുഷ്യനെ നമുക്ക് കാണാൻ പറ്റും. ഒന്നോർത്താൽ, ദൈവം ഒരു വ്യക്തിയെ കണ്ടാൽ, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്താൽ, പ്രിയരെ, സ്വന്തം അപ്പനെപ്പോലും അറിയിക്കാതെ ആ വീട്ടിനകത്ത് നിന്ന് ദൈവം ഒരു മകനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് നമ്മൾ എന്താകും, എവിടെ എത്തും എന്നൊക്കെ ഭാരപ്പെടുന്നവരുണ്ട്. ഒന്ന് മനസ്സിലാക്കിക്കോ, ജന്മം കൊടുത്ത, ഭൂമിയിൽ ഈ ലോകത്തിലേക്ക് വരാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനാണ് യോസെഫിൻ്റെ അപ്പനായ യാക്കോബ്. ആ അപ്പനെപ്പോലും അറിയിക്കാതെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഒരു വീട്ടിനകത്ത് നിന്ന് ഒറ്റ സെക്കൻഡിൽ എടുത്തു മാറ്റിയ നല്ലൊരു ദൈവമാണ് നമ്മുടെ ദൈവം. പിന്നെ അപ്പൻ കാണുന്നത് മന്ത്രിയായ യോസെഫിനെയാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മെ നടത്തുന്നൊരു നല്ല അപ്പനുണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരിടത്തും തളർത്തിക്കളയാതെ, ഒരിടത്തും ഉടച്ചു കളയാതെ അന്ത്യം വരെ കൊണ്ടെത്തിക്കുന്ന നല്ല അപ്പനുണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ആ ദൈവത്തെ മുറുകെ പിടിച്ച് വിശ്വസ്തയോടെ യോസെഫ് സഞ്ചരിച്ചതുപോലെ ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.